ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം 11ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഭക്തപ്രിയ രമാദേവിയാണ് യജ്ഞാചാര്യ. ധ്യാനത്തിലേക്കൊന്നും പോകാനോ അല്ലെങ്കിൽ അതൊന്നും ശീലിക്കാനോ ഒന്നും ഈ സമാധിയിലേക്കൊന്നും എത്താൻ സാധിക്കാതെ പോണത് എന്നാണ്. പക്ഷെ ഇതൊക്കെ പതുക്കെ പതുക്കെ എന്താണ് അതിന്റെ കാരണം? നിരവധി ഭക്തർ പങ്കെടുക്കുന്നു. 7 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം, ശ്രീകൃഷ്ണ അവതാരം, രുക്മിണി സ്വയംവര ഘോഷയാത്ര, നരസിംഹ അവതാരം, സർവേശ്വരി വിളക്കുപൂജ തുടങ്ങിയവ നടക്കും. മരണം ആസന്നമാകുമ്പോൾ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഭഗവാന്റെ ആ ഒരു സ്വരൂപത്തെ അവതാരന്നൊക്കെ വിചാരിച്ചാല് അത് നടക്കില്ല. അതിനുള്ളതായിരിക്കുന്ന കഴിവുകളുള്ള പരീക്ഷത്തിനോട് എപ്പോഴോ പക്ഷെ ഇതൊന്നും വളരെ പെട്ടെന്ന് സാധിക്കുന്നതല്ലാന്ന് ഇതിന് പറ്റിയതായിരിക്കും. പരീക്ഷത്തിന് ജ്ഞാനത്തെ ഉപദേശിക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ടാണ് ശുഖസാരസ്വതമൊക്കെ ഒന്ന് ലഭിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കാരണം ശുഖസാരസ്വതമൊക്കെ ലഭിച്ചാൽ അതിനെ അറിഞ്ഞാല് എന്തിനേയും ഗ്രഹിക്കാൻ സാധിക്കും വളരെ എളുപ്പം. അജ്ഞാനമൊക്കെ പെട്ടെന്ന് ഇല്ലാതായി നാം കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയില് നമ്മുടെ ഹൃദയത്തിലായി. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.